അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 5 മുട്ട. ഫസ്റ്റ് സ്റ്റഫിനുള്ള സാധനങ്ങളായത് 5 മുട്ട, കുരുമുളക് 1 ടീസ്പൂണ്, ക്രഷ്ഡ് മുളക് 1 ടീസ്പൂണ്, ഉപ്പ് 1 ടീസ്പൂണ്, മല്ലിയില കുറച്ച്, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂണ്, സോയാ സോസ് 1 ടീസ്പൂൺ. രണ്ടാമത്തെ സ്റ്റെപ്പിനുള്ള സാധനം ഒരു 1 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലവർ പൊടി, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്, പൊരിച്ചെടുക്കാനുള്ള ഓയിൽ. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 1 മുട്ട സെക്കൻഡ് സ്റ്റെപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ക്രഷ്ഡ് മുളക് കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. കുരുമുളക് പൊടി കുറച്ച് മറ്റേ മൈദയിൽ ചേർക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് മൈദ ചേർക്കാൻ. മല്ലിയില നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. നല്ലപോലെ പുറത്ത് അടുക്കി പിടിച്ച് വന്നിട്ടാണ് കയ്യ ആയതിനു ശേഷം ഇളകി കിട്ടണമല്ലോ, അതിനുവേണ്ടിയാണ് പറ്റുന്നത്. നല്ലപോലെ ഒന്ന് പുരട്ടുക. ഇതിലേക്ക് റെഡിയാക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ആണി കൊടുക്കുക. ഒരു പാത്രം എടുത്ത് വെക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ഇറക്കി വെക്കാം. ഒരു അടുപ്പെടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാത്രത്തിന്റെ മുടിയും കൂടി ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് കുത്തി നോക്കിയാൽ നല്ലപോലെ ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിനെടുക്കാം. എടുത്തിട്ട് തണുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് മറിച്ചിടാം. ആയിട്ടുണ്ട്. കട്ട് ചെയ്യാം. ഇത് വലിയ നടുക്കെ വലിയ 3 പീസ് നമുക്ക് 2ആയിട്ട് മുറിക്കാം. ആദ്യം കോൺഫ്ലവർ കൂടി മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി, ഉപ്പ് കുറച്ച്, കഷ്ണമുളക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെക്കാം. മുട്ട പൊട്ടിച്ചെടുക്കാം. മാറ്റുക. നല്ലപോലെ അടിച്ചു കൊടുക്കാം. ഇത് മൈദയിൽ മുക്കിയെടുക്കാം. മുക്കാം. കടലിൽ മുക്കിയെടുക്കാം. അത് പാത്രത്തിൽ മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. കംപ്ലീറ്റ് മുട്ടയിലും പൗഡറിലൊക്കെ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പൊരിച്ചെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തരാം. നല്ലൊന്ന് ഇറക്കി കൊടുക്കാം. ഉള്ളെല്ലാം വെന്ത ഇതായതുകൊണ്ട് അധികം കണ്ണൊന്നും എടുക്കൂല. നേരെ ക്രിസ്പി ആയാൽ മതി. കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളർ ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്.
ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ഇഷ്ടം. നോമ്പൊക്കെ അടുത്തതല്ലേ, നോമ്പിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക, ഷെയർ ചെയ്യുക. അടിപൊളി ക്രിസ്പി ക്രഞ്ചി എഗ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.